സ്വീകരിച്ചിട്ടുണ്ടോ? ടോമെ, കാരണമാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. അതായത് ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പുച്ചക്കൽ പോലീസ് സ്റ്റേഷന് കീഴിൽ തൈക്കാട്ടുശ്ശേരി ബിവറേജ് ഔട്ട്ലെറ്റിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ യുവാക്കൾ, അതായത് ദൃശ്യങ്ങളിൽ കാണുന്ന യുവാക്കൾ ഈ മദ്യം വാങ്ങുന്നതിന് വേണ്ടിയുള്ള ക്യൂ നിൽക്കുകയായിരുന്നു. അങ്ങനെ രണ്ട് സംഘങ്ങളായി ചേർന്ന യുവാക്കൾ തമ്മിൽ തർക്കമുണ്ടാവുകയും ഈ തർക്കത്തിനിടയിൽ ഇവരോട് അത്തരത്തിൽ വഴക്കുണ്ടാക്കേണ്ടതില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ രീതിയിൽ മർദ്ദിച്ചത് എന്നുള്ളതാണ്. അതിക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ വ്യക്തിയെ ഈ രണ്ട് സംഘങ്ങളായി ചേർന്ന് തർക്കിച്ചപ്പോൾ അങ്ങനെ തർക്കിക്കേണ്ടതില്ല എന്ന് ആ ചെറുപ്പക്കാരോട് പറഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവാക്കൾ ഈ മർദ്ദനമേറ്റ വ്യക്തിയുടെ മേൽ തട്ടിക്കയറുകയും അദ്ദേഹത്തെ പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നതാണ് കണ്ടത്. സഞ്ജു എന്ന ചെറുപ്പക്കാരൻ നേതൃത്വത്തിലുള്ള സംഘമാണ് മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ചെറുപ്പക്കാരുടെ അടിയേറ്റ് തൊഴിയേറ്റാണ് ആദ്യം ആ വ്യക്തി വീഴുന്നത്. പിന്നീട് ആ മധ്യവയസ്കനെ ഇവർ കൂട്ടം ചേർന്ന് മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഹെൽമറ്റ് ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുന്നത്, അതായത് തലയുടെ നെറുകയിൽ തന്നെ ഹെൽമറ്റ് ഉപയോഗിച്ച് ശക്തമായി അടിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഒപ്പം നിരവധി പേർ ചേർന്ന് താഴെ വീണ് കിടക്കുന്ന വ്യക്തിയെ ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. നെഞ്ചത്തടക്കം ചവിട്ടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം, അതായത് ഈ ബിവറേജ് ഔട്ട്ലെറ്റിൽ ഉണ്ടായിരുന്ന വ്യക്തിയെ പോലീസ് എത്തിയാണ് ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതിൽ ഇത്രയും ക്രൂരമായ മർദ്ദനം നടന്ന സംഭവത്തിനകത്ത് പൂച്ചക്കൽ പോലീസ് ഈ വാർത്തകൾ പുറത്തു വരുന്നത് വരെ മറ്റു നിയമ നടപടികളിലേക്ക് കടന്നിരുന്നില്ല എന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം നല്ല പരിക്ക് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും പോലീസ് തന്നെയാണ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് പിന്നീട് എന്ത് നിയമ നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നാണ് ഇത് സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ മുഖ്യധാര മാധ്യമങ്ങളിലും വാർത്തയായപ്പോഴാണ് പോലീസ് അങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയത്. അവിടെ ഈ മർദ്ദനത്തിൽ ഏർപ്പെട്ട ചെറുപ്പക്കാരെ സംബന്ധിച്ച് വ്യാപകമായ പരാതിയുണ്ട് എന്നുകൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതായത് ഈ തൈക്കാട്ടുശ്ശേരിയിലെ ബിവറേജ് ഔട്ട്ലെറ്റ് കേന്ദ്രീകരിച്ച് ഭീഷണിപ്പെടുത്തുക, പണം വാങ്ങുക, അങ്ങനെ മദ്യം വാങ്ങാൻ എത്തുന്നവരെ ആക്രമിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ നേരത്തെ തന്നെ പരാതികൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതിനകത്ത് ഈ സംഘത്തിന് പങ്കുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നുണ്ട്. അതിനിടയിലാണ് അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടും പോലീസ് എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാതിരുന്നത്? നമുക്കറിയാം, അവിടെ മധ്യവയസ്കനെ ഈ യുവാക്കൾ ക്രൂരമായി സംഘം ചേർന്ന് മർദ്ദിക്കുമ്പോൾ ഒരാൾ പോലും പിടിച്ചു മാറ്റാൻ ചെല്ലുന്നില്ല. ഭയം കാരണമായിരിക്കുമല്ലേ? പക്ഷേ ഇത് അതീവ ഗൗരവത്തോടെ കാണേണ്ടത് ശരണി സൂചിപ്പിച്ചതുപോലെ ഇത് മാധ്യമങ്ങളിലടക്കം ഈ ദൃശ്യങ്ങൾ വന്നു. അതിനുശേഷമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായതെന്ന്. അത് പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ടോമെ, നമുക്ക് പ്രാഥമികമായി ലഭിച്ച വിവരപ്രകാരം ഈ അടിയേറ്റ് വീണ വ്യക്തിയെ മറ്റാരും എഴുന്നേൽപ്പിക്കുന്നതായ CCTV ദൃശ്യങ്ങൾ കാണുന്നില്ല. മറിച്ച് ഈ വ്യക്തിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് പോലീസാണെന്നുള്ളതാണ് നമുക്ക് ആ ഔട്ട്ലെറ്റിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. അങ്ങനെയാണെങ്കിൽ പോലീസ് ഇങ്ങനെ ഒരു മർദ്ദനം നടന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കമാണ് CCTV ദൃശ്യങ്ങളടക്കമാണ് പിന്നീട് പ്രചരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത്രയും ക്രൂരമായ ഒരു മർദ്ദനം അവിടെ നടന്നിട്ട് എന്തുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട്, ആശുപത്രിയിൽ ഇങ്ങനെ ഒരു വ്യക്തി മർദ്ദനമേറ്റ് ചികിത്സ തേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ആശുപത്രിയിൽ നിന്നും ഇങ്ങനെ ഒരു ഇന്റിമേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഉറപ്പായും പോകേണ്ടതാണ്. കാരണം നമുക്കറിയാം, നെഞ്ചത്ത് നിരവധി തവണ ചവിട്ടുന്നുണ്ട്, വീണ് കിടക്കുന്ന വ്യക്തിയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്ര ക്രൂരമായ രീതിയിൽ അത്ര പവറോട് കൂടിയാണ് അവർ ആ മനുഷ്യനെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ തലയ്ക്ക് ഹെൽമെറ്റിനെ അടിക്കുന്ന അടി എന്ന് പറയുന്നത് നെറുകയിലാണ് അടിക്കുന്നത്. അപ്പോൾ അത്ര മർദ്ദനം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള ദൃക്സാക്ഷികളായ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ പരിശോധിച്ച CCTV ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായി. അവർ തന്നെ എത്തി പോലീസ് തന്നെ എത്തി ആശുപത്രി എത്തിച്ചെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇത്രയും ക്രൂരമായ മർദ്ദനം നടത്തിയ ചെറുപ്പക്കാർക്കെതിരെ നടപടി എടുത്തില്ല എന്ന് പറയുന്നത് ഒരു വിധത്തിലും അതിൽ പോലീസ് വീഴ്ച എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. മറ്റൊന്ന്, ഈ ക്യൂ നിന്ന വ്യക്തിയും മദ്യപിച്ചിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എന്ത് തന്നെയായാലും അവിടെ ആ ഒരു ഔട്ട്ലെറ്റിൽ വെച്ച് ഇങ്ങനെ ഒരു മർദ്ദനം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ആ ദൃശ്യം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. കുറച്ച് ചെറുപ്പക്കാർ 20 വയസ്സ് മാത്രം പ്രായമുള്ള
ആ പ്രായത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാണ് ഇത്ര ക്രൂരമായി ഒരു മനുഷ്യനെ നിലത്തിട്ട് അടിക്കുകയും ചവിട്ടുകയും ഒപ്പം തന്നെ അയാളുടെ തലയ്ക്ക് നെഞ്ചിനാണ് പല തവണ ചവിട്ടുന്നത്. ഒപ്പം തന്നെ തലയ്ക്ക് ഹെൽമെറ്റ് വെച്ച് ആഞ്ഞടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും അവിടെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സംഭവിച്ചിരുന്നെങ്കിൽ എന്നല്ല, അത്ര ക്രൂരമായ മർദ്ദനം അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരു പോലീസ് ആക്ഷൻ ഉടനടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ്. അതുണ്ടായിട്ടില്ല. നവമാധ്യമങ്ങളിൽ പോലീസ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരപ്രകാരം ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്, പോലീസാണ് കൊണ്ടുപോയതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇത് ചെയ്തവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അത് ഗുരുതര വീഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേട്ടോ. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതിക്രൂരമായ മർദ്ദനമാണ് അവിടെ എത്തിയ വ്യക്തിക്ക് ഏൽക്കേണ്ടി വന്നത്. സംഭവത്തിൽ പോലീസ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.